കൽപ്പാത്തി അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം ആരംഭിച്ചു. ഒന്നാം തേരുത്സവത്തിൽ പുതിയ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യനും തേലേറി. നൂറുകണക്കിന് ആളുകൾ തേര് വലിക്കാൻ കൽപ്പാത്തിയിൽ എത്തിച്ചേർന്നു. ബിപിൻ സി വിജയൻ കൽപ്പാത്തിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബിപിൻ സി വിജയൻ, പറയൂ, കൽപ്പാത്തിയിൽ വലിയ ആവേശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പറയൂ. അതേ SKN, ഇപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് ആരംഭമായിരിക്കുന്നു. 11 മണിയോട് കൂടിയാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥപ്രയാണം ആരംഭിച്ചത്. ശിവപാർവതിമാർ ഉള്ള ഒരു രഥവും ഗണപതിയുള്ള മറ്റൊരു രഥവും മൂന്നാമത്തെ രഥത്തിൽ സുബ്രഹ്മണ്യനും, അങ്ങനെ 3 രഥങ്ങളാണ് ഇന്ന് പ്രയാണത്തിന് വേണ്ടി തുടക്കം കുറിച്ചത്. ഈ ഒരു പ്രയാണത്തിൽ തന്നെ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാവരും തന്നെ രഥം വലിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11:30 കൂടി ഒരു 150 മീറ്ററോളമാണ് ഈ 3 രഥങ്ങൾ ഇന്ന് വലിച്ചത്. അങ്ങനെ ഭക്തരെ കാണുന്നതിന് വേണ്ടി ഈ ദേവന്മാരെല്ലാവരും എത്തുന്നു എന്നുള്ളതാണ് ഒരു ഐതിഹ്യമുള്ളത്. അങ്ങനെ അഗ്രഹാരങ്ങൾ തേടി ഇവരൊക്കെ വരികയാണ് ഭക്തരെ കാണുന്നതിന് വേണ്ടി. അപ്പോൾ അതേ ആദ്യത്തെ ഘട്ടമായിരുന്നു ഈ ഒരു 11:30 കൂടി. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അടുത്ത ഘട്ടം ആരംഭിക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ നാളെയാണ് രണ്ടാമത്തെ തേരുത്സവമുള്ളത്. ഈ രണ്ടാമത്തെ തേരുത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഈ മന്തക്കര മഹാഗണപതി ഈ തേരിലേക്കുള്ള ഒരു രഥാരോഹണം ആണ്. രഥോരോഹണം കഴിഞ്ഞതിന് ശേഷം രഥപ്രയാണം ഈ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ദിവസം ഇപ്പോൾ പഴയ കൽപ്പാത്തിയിൽ നിന്നും അതുപോലെ തന്നെ ചാത്തപ്പുരം ക്ഷേത്രത്തിൽ നിന്നുമുള്ള രഥപ്രയാണങ്ങളും കൂടി ഉണ്ടാകും. അങ്ങനെ 15-ാം തീയതി വൈകുന്നേരം ത്രിസന്ധിയോടുകൂടിയാണ് ഈ എല്ലാ രഥങ്ങളും കൂടി സംഗമിക്കുന്ന രഥസംഗമം നടക്കുക. ലോകപ്രസിദ്ധം തന്നെയാണ്. 10,000-കണക്കിന് ആളുകളാണ് ഇന്നും ഇവിടെ ക്ഷേത്രത്തിൽ തൊഴാനും ഒപ്പം തന്നെ രഥം വലിക്കുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കൽപ്പാത്തിയിലേക്ക് പല നാടുകളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറമേ നിന്ന് പോലും വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു. ഇപ്പോൾ ഏകദേശം ഇതാ 10 മണിയിലേക്ക് എത്തുകയാണ്. ആ ഒരു ഒഴുക്ക് ഇപ്പോഴും തുടരുക. അമ്മ എവിടുന്ന? അടുത്ത് വേട്ടയ്ക്കൊരുമൻകാവ് അമ്പലത്തിന്റെ അടുത്ത് വരികയാണ്. ഇപ്രാവശ്യം കൽപ്പാത്തി രഥോത്സവത്തിന് നല്ല തിരക്കുണ്ടല്ലോ. നാൾക്ക് നാൾ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നു. അതൊരു ദേശീയോത്സവം പോലെ ആയിക്കഴിഞ്ഞു. 10 ദിവസം ഉത്സവം തന്നെ. ഇപ്പൊ 10 ദിവസമായിട്ടുണ്ടല്ലേ? ദേശീയോത്സവം തന്നെയാണ്. ദേശീയോത്സവം പോലെ 10 ദിവസം ആൾക്കാരുണ്ട്. ഈ 3 ദിവസം കണ്ടിട്ടല്ലേ പോവുള്ളൂ? ഓ, അടുത്ത് തന്നെ 10 മിനിറ്റ് ജസ്റ്റ് വാക്ക് തന്നെ. ഇങ്ങനെ പാലക്കാട്ടുകാരും വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച്. കാരണം തിരഞ്ഞെടുപ്പ് മാറ്റിയത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ രഥോത്സവം ആഘോഷിക്കാനും പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ 3 സ്ഥാനാർത്ഥികളും എല്ലാവരും ഒരുമിച്ചെത്തുകയും അവർ ഈ പറഞ്ഞതുപോലെ തന്നെ രഥം വലിക്കാനൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയുള്ള 15-ാം തീയതി വൈകുന്നേരം വരെ കൽപ്പാത്തി ഇത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഒരു കാല് കുത്താൻ ഇടമില്ലാത്ത രീതിയിലാണ് ഈ 10 മണിക്കുമുള്ള ഒരു തിരക്കുള്ളത്. ഇതിങ്ങനെ രാവിലെ വരെ നീളുന്നു. പിന്നീട് രാവിലെ ആവുമ്പോൾ വീണ്ടും പൂജാ ചടങ്ങുകളും എഴുന്നള്ളത്തും ഒപ്പം തന്നെ രഥപ്രയാണവും ആരംഭിക്കുകയാണ്. ഇപ്പോൾ മറ്റു വാഹനങ്ങൾക്കൊന്നും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ പൂർണ്ണമായും രഥപ്രയാണത്തിന് മാത്രമായി ഈ കൽപ്പാത്തിയിലെ വീഥികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റ് താലൂക്ക്, ഇപ്പോൾ പാലക്കാട് താലൂക്കിലും അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് കടകളും രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളും ഒക്കെയായി വലിയ സന്തോഷത്തിലാണ് കൽപ്പാത്തി ഇപ്പോഴുള്ളത്. SKN. താങ്ക് യു. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് നമുക്ക് ലഭിച്ചത്.